നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിലെ ആദ്യ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പല സംസ്ഥാനങ്ങളിലെയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, മറ്റുള്ള പ്രമുഖരായിട്ടുള്ള BJP നേതാക്കൾ എല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും വളരെ ചരിത്രം തിരുത്തിക്കൊണ്ടുള്ള ഒരു അധികാരമേൽക്കലിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇതുവരെയായിട്ടും അക്രമാസക്തമായിട്ടുള്ള ഒന്നും തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അത്രയേറെ സുരക്ഷയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അടക്കം എത്തുന്നു എന്നുള്ള ഒരു കാരണത്താൽ വളരെ സുരക്ഷിതമായിട്ടുള്ള സൗകര്യങ്ങളാണ് അവിടെ പശ്ചിമ ബംഗാളിൽ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് വളരെ വികാരനിർഭരമായിട്ടുള്ള ചില സംഭവങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. സുവേന്ദു അധികാരിയുടെ ഏറ്റവും അടുത്ത അദ്ദേഹത്തിൻ്റെ PA ആയിട്ടുള്ള ചന്ദ്രനാഥ് റത്തിനെ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് തൃണമൂൽ ഗുണ്ടകൾ നടു റോഡിലിട്ട് കൊലപ്പെടുത്തിയത്. ഏകദേശം 10-ലധികം ബുള്ളറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് നിറയൊഴിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ഇന്ന് അദ്ദേഹം അധികാരമേൽക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ചന്ദ്രനാഥ് റത്തിൻ്റെ കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുകയാണ് സുവേന്ദു അധികാരി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തൃണമൂൽ ജിഹാദികളുടെയും ഗുണ്ടകളുടെയും അടിവേരറക്കുമെന്ന ഉറപ്പും അദ്ദേഹം കുടുംബത്തിന് നൽകി കഴിഞ്ഞു. അദ്ദേഹം ഈ സംഭവം ഉണ്ടായപ്പോൾ BJP പ്രവർത്തകരൊക്കെ തന്നെ അക്രമാസക്തരായപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങളിപ്പോൾ സംയമനം പാലിക്കണം, സത്യപ്രതിജ്ഞ കഴിയട്ടെ എന്നുള്ളത്. ഏതായാലും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലാണ് ചന്ദ്രനാഥ് റത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടന്നത്. ഹൃദയഭേദകമായ രംഗങ്ങൾക്കായിരുന്നു ആ ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് ചന്ദ്രനാഥിൻ്റെ അമ്മ ഹാസി റാണി റാത്ത് സുവേന്ദു അധികാരിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുവേന്ദു അധികാരി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയത് മുതൽ തന്നെ തൻ്റെ കുടുംബം ഭീഷണി നേരിടുന്നുണ്ടെന്നും അമ്മ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മകൻ അപകടത്തിലാണ് മരിച്ചതെങ്കിൽ എനിക്ക് ഇത്രയും ദുഃഖമുണ്ടാകില്ല. ഞാനൊരു അമ്മയാണ്. അതിനാൽ കൊടും കുറ്റവാളികളാണെങ്കിലും അവരെ തൂക്കിലേറ്റാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഹാസി റാണി റാത്ത് ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ചന്ദ്രനാഥ് റാത്തിൻ്റെ കൊലപാതകത്തിൽ പ്രൊഫഷണൽ ഷൂട്ടർമാർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇവർ സംസ്ഥാന അതിർത്തി കടന്നിരിക്കാനാണ് സാധ്യത. എന്നാൽ പ്രാദേശിക സഹായം ലഭിക്കാതെ കുറ്റവാളികൾക്ക് ഗ്രാമത്തിലെ ഊടുവഴികളിലൂടെ രക്ഷപ്പെടാൻ സാധിക്കില്ല. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഒരു മോട്ടോർ സൈക്കിൾ 2012-ൽ അസൻസോളിലെ ബേൺപൂർ നിവാസിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. എന്നാൽ നിലവിൽ ഈ വീട്ടിൽ ആൾതാമസമില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു നിഴലായി ഉണ്ടായിരുന്ന ചന്ദ്രനാഥ് റാത്തിൻ്റെ മരണത്തിന് കാരണക്കാരായ പ്രതികൾക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് അവിടെ അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയിലെ ഭൂരിഭാഗം ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. മമതാ ബാനർജിയുടെ വലങ്കൈ എന്ന് ഒരിക്കൽ കണക്കാക്കപ്പെട്ടിരുന്ന സുവേന്ദു അധികാരി മമതയുടെ ട്രേഡ് മാർക്ക് വെളുത്ത സാരിയുടെയും റബ്ബർ സ്ലിപ്പുകളുടെയും ലാളിത്യം പ്രതിഫലിപ്പിക്കുന്ന ലളിതമായ കാവി കുർത്ത ധരിച്ചാണ് എത്തിയത്. അഗ്നിമിത്ര പോൾ, നിസിത് പ്രമാണിക്, ദിലീപ് ഘോഷ്, അശോക് കീർത്താനിയ, ക്ഷുതിറാം തുഡു, ശങ്കർ ഘോഷ് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി മോദിയെ കൂടാതെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും സന്നിധരായിരുന്നു. ഇത് BJPക്ക് ബംഗാൾ വിജയത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ്. കാരണം BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇന്ന് അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ബംഗാളിലെ വിജയം അതൊരു സാധാരണ വിജയമല്ല. ചരിത്രം തിരുത്തിക്കൊണ്ട് രാജ്യത്തിന് ഈ വിജയം അല്ലെങ്കിൽ BJPക്ക് ഈ വിജയം എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നെടുത്ത് കാണിക്കുന്ന ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് കൂടിയാണ് അവിടെ നടന്നിരിക്കുന്നത്. കൂടാതെ ജനസംഘം സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മസ്ഥലമാണിത്. നൊബേൽ സമ്മാന ജേതാവ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മദിനമായ രവീന്ദ്ര ജയന്തിയായി ആഘോഷിക്കുന്നതിനാൽ മെയ് 9-ന് സത്യപ്രതിജ്ഞയും BJP തിരഞ്ഞെടുത്തു. ഉത്തരേന്ത്യൻ പാർട്ടി ബംഗാളിൻ്റെ സാംസ്കാരിക ധാർമ്മികതയെ മാനിക്കുന്നില്ലെന്ന TMCയുടെ വാദത്തെ ചെറുക്കാനുള്ള BJPയുടെ ശ്രമമായാണ് ഇതിനെ കണക്കാക്കുന്നത്. എതിർപ്പാളയത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലെ അടവും തടവും പഠിച്ചാണ് സുവേന്ദു ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാകുന്നത്. ആദ്യം കോൺഗ്രസിൻ്റെയും പിന്നീട് തൃണമൂലിൻ്റെയും ശേഷം BJPയുടെയും നേതാവും
കേന്ദ്രമന്ത്രിയുമായിരുന്ന ശിശിർ അധികാരിയുടെയും ഗായത്രി അധികാരിയുടെയും മകനായി 1970 ജനിച്ച സുവേന്ദു അച്ഛൻ്റെ അതേ വഴിയിലൂടെയാണ് രാഷ്ട്രീയത്തിലും വളർന്നത്. 1990കളുടെ മധ്യത്തിൽ കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടിയ സുവേന്ദു 1995 കാന്തി നഗരസഭ അംഗമായി. കോൺഗ്രസുമായി തെറ്റി 2000 തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. തൃണമൂലിലൂടെ കാന്തി നഗരസഭാ ചെയർമാനും ബംഗാൾ നിയമസഭാ അംഗവുമായി. നന്ദിഗ്രാമിൽ വ്യവസായ സംരംഭത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള ഇടത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരായ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്ന അദ്ദേഹം അക്കാലത്ത് മമതയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു. 2009-16 കാലത്ത് പാർലമെന്റ് അംഗവുമായിരുന്നു. 2016 സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്തി. മമത സർക്കാരിൽ മന്ത്രിയായി. ഇതിനിടെ 2020 മമതയുമായി തെറ്റി BJPയിൽ ചേർന്നു. മുഖ്യമന്ത്രി മമതയെ 2021 നന്ദിഗ്രാമിലും ഇക്കുറി ഭവാനിപൂരിലും തോൽപ്പിച്ച് തന്റെ ജനപിന്തുണയും ശക്തിയും വെളിപ്പെടുത്തി. 2014 ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ജയിച്ച സമീക് ഭട്ടാചാര്യയാണ് ബംഗാളിൽ BJPയുടെ ജയത്തിന് തുടക്കമിട്ടത്. 2016 അത് 3ആയി. 2021 77ആയി ഉയർന്നു. 2026 തെരഞ്ഞെടുപ്പ് നയിച്ച സുവേന്ദു തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയെ അവരുടെ കോട്ടയായ ഭവാനിപൂരിൽ പരാജയപ്പെടുത്തിയാണ് അധികാരത്തിലേക്ക് എത്തിയത്. നിയമസഭയിലെ 294 സീറ്റുകളിൽ 207 എണ്ണവും പിടിച്ചെടുത്താണ് BJP ഭരണം നേടിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ വോട്ടെടുപ്പിൽ അട്ടിമറി ആരോപിച്ച് മമതാ ബാനർജി രാജിവെക്കാൻ വിസമ്മതിച്ചെങ്കിലും ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടതോടെയാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന് വഴിയൊരുങ്ങിയത്. വങ്കനാടിന്റെ മാറുന്ന നിറത്തിന്റെ പ്രതീകമായി BJP നേതാവ് സുവേന്ദു അധികാരി കാവ്യവസ്ത്രമണിഞ്ഞ് ഗവർണർ RN രവിക്ക് മുമ്പാകെയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ദേശീയഗാനം രചിച്ച രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനത്തിലാണ് സത്യപ്രതിജ്ഞ എന്നതും ശ്രദ്ധേയമാണ്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് ചടങ്ങ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ കൂടാതെ ഭൂരിഭാഗം കേന്ദ്രമന്ത്രിസഭാ അംഗങ്ങളും ചടങ്ങിൽ സന്നിധരായിരുന്നു. പ്രധാനമന്ത്രി മോദിയെ കൂടാതെ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതും ഏറെ സവിശേഷതയുള്ളതാണ്. ബംഗാളിന്റെ സംസ്കാരത്തിന് ഒരു മുതൽക്കൂട്ട് എന്ന പ്രത്യേകതയും ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. മധുരപലഹാരങ്ങളുടെയും ബംഗാളിന്റെ പ്രധാന ലഘുഭക്ഷണങ്ങളുടെയും 20ഓളം സ്റ്റാളുകളും വേദിയിൽ സജ്ജീകരിച്ചിരുന്നു. ഏപ്രിലിൽ ജാർഖാമിൽ നടന്ന ഒരു റാലിക്കിടെ പ്രധാനമന്ത്രി മോദി ബംഗാളിന്റെ തനത് ലഘുഭക്ഷണം ആസ്വദിക്കാൻ അപ്രതീക്ഷിതമായി എത്തിയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി മോദി 98കാരനായ മക്കൻലാൽ സർക്കാരിന്റെ കാൽക്കൽ വീണ് വന്ദിക്കുന്നതും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നതും കാണപ്പെട്ടു. ബംഗാളിലെ ഏറ്റവും പ്രായം കൂടിയ BJP പ്രവർത്തകനാണ് അദ്ദേഹം. പാർട്ടിയുടെ അടിത്തറ കെട്ടിപ്പടുക്കാൻ സഹായിച്ച വ്യക്തിയായിരുന്നു മക്കൻലാൽ. 1952 ത്രിവർണ്ണ പതാക ഉയർത്താനുള്ള പ്രസ്ഥാനത്തിനിടെ ശ്യാമപ്രസാദ് മുഖർജിയോടൊപ്പം കശ്മീരിൽ വെച്ച് അദ്ദേഹം അറസ്റ്റിലായിട്ടുണ്ട്. അദ്ദേഹത്തെ ആ വേദിയിൽ വെച്ച് അദ്ദേഹം നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കുന്നതും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുറച്ചു നേരം സംസാരിക്കുന്നതും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു.